Okay, defining a recursive function. A recursive function is a function that calls itself. A recursive function എന്ന് പറയുമ്പോഴത്തേക്ക് a function called by itself. അതാണ് recursive function എന്ന് പറയുന്നത്. To prevent a function from repeating itself indefinitely, it must contain at least one selection statement. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ, അതിൽ അറ്റ്ലീസ്റ്റ് വൺ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഡെഫിനിറ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻസ് എ കണ്ടീഷൻ കാൾഡ് എ ബേസ് കേസ് ടു ഡിറ്റർമിൻ വെദർ ടു സ്റ്റോപ്പ് ഓർ ടു കണ്ടിന്യൂ വിത്ത് അനദർ റിക്കർസീവ് സ്റ്റെപ്പ്. അപ്പോൾ ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു കണ്ടീഷൻ, അതായത് ഒരു ബേസ് കേസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും ഫോർ ഡിറ്റർമിനിങ് വെദർ ടു സ്റ്റോപ്പ് ഓർ ടു കണ്ടിന്യൂ വിത്ത് അനദർ റിക്കർസീവ് സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണോ അതോ ഇനി വേറെ റിക്കർസീവ് സ്റ്റെപ്പ് വെച്ച് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഈ ബേസ് കേസ് ചെയ്യുന്നത്. ബേസ് കേസ് വെച്ചിട്ട് നമ്മളൊരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മളിത് ഡിറ്റർമിൻ ചെയ്യും. ഡെഫ് ഡിസ്പ്ലേ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലോവർ ടു അപ്പർ, അതായത് ലോവർ ടു അപ്പർ ഇറ്റ് വിൽ ഔട്ട്പുട്ട്സ് ദ നമ്പേഴ്സ് ഫ്രം ലോവർ ത്രൂ അപ്പർ, വൈൽ ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ പ്രിൻറ്റ് ലോവർ ഈക്വൽ ടു ലോവർ പ്ലസ് 1. അപ്പോൾ ഈ പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെ റിക്കർസീവ് വണ്ണായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് യു ഷുഡ് നോട്ട് ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഇപ്പോൾ നമുക്ക് ലോവർ ടു അപ്പർ വരെയുള്ള നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിനെ എങ്ങനെ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷനാക്കി മാറ്റും എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് ദ ലൂപ്സ് ബോഡി കണ്ടിന്യൂസ് എക്സിക്യൂഷൻ വൈൽ ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ. നെക്സ്റ്റ് ഈസ് വെൻ ദ ഫംഗ്ഷൻ എക്സിക്യൂട്ട്സ് ലോവർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ബട്ട് അപ്പർ നെവർ ചേഞ്ചസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. അതായത് ആദ്യം എന്താണ്? ദ ലൂപ്സ് ബോഡി കണ്ടിന്യൂസ് എക്സിക്യൂഷൻ വൈൽ ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ. വൈൽ കണ്ടീഷൻ വരെ, അതായത് ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ആവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. അടുത്തത്, ഇപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ലോവർ എന്ത് ചെയ്യും? ലോവർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. ലോവർ ഓരോ സ്റ്റെപ്പിലും ഇൻക്രിമെൻ്റ് ആവും, ബട്ട് അപ്പർ നെവർ ചേഞ്ചസ്. അപ്പർ ചേഞ്ച് ആവത്തില്ല, ലോവർ മാത്രം ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വൈൽ ലൂപ്പ് വെച്ച് എഴുതിയ അതേ സാധനം ഇഫ് വെച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. ഇഫ് ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ പ്രിൻറ്റ് ലോവർ. അപ്പോൾ ഈ പ്രിൻറ്റ് ലോവർ ഈക്വൽ ടു ലോവർ പ്ലസ് 1 എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഡിസ്പ്ലേ റേഞ്ച് ലോവർ പ്ലസ് 1 അപ്പർ എന്ന് പറഞ്ഞ് റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ആ പ്രോഗ്രാമിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റേ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ റേഞ്ച് എന്ന് പറഞ്ഞ ഒരു റിക്കർസീവ് ഫംഗ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് റിക്കർസീവ് ഫംഗ്ഷൻ. ഇങ്ങനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് യൂസിങ് റിക്കർസീവ് ഡെഫിനിഷൻസ് ടു കൺസ്ട്രക്ട് റിക്കർസീവ് ഫംഗ്ഷൻസ്. ഡിഫൈൻ റിക്കർസീവ് ഡെഫിനിഷൻസ് ഫോർ ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിക്കർസീവ് ഡെഫിനിഷൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ സീരീസ് ഓഫ് വാല്യൂസ് വിത്ത് എ റിക്കർസീവ് ഡെഫിനിഷൻ. ഒരു റിക്കർസീവ് ഡെഫിനിഷനാണ് ഫിബൊനാച്ചി സീരീസിലുള്ളത്. ആൻഡ് ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പേഴ്സ് ഇൻ ദ Fibonacci sequence are 1. Thereafter, each number in the sequence is the sum of its two predecessors as follows. അപ്പോൾ 1 1 2 3 5 8 30, അതായത് ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് 1 ആയിരിക്കും. ദെൻ അടുത്ത വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1ൻ്റെയും സം ആയിരിക്കും. 1 + 1 അടുത്ത നമ്പർ 2. ഇനി അടുത്ത 1 + 2 3 ആയിരിക്കും അടുത്ത നമ്പർ. അതുപോലെ 2 + 3 എന്ന് പറയുന്നത് 5 ആയിരിക്കും നെക്സ്റ്റ് നമ്പർ. അതുപോലെ 3 + 5 8 ആയിരിക്കും നെക്സ്റ്റ് നമ്പർ. അതുപോലെ 5 + 8 13 ആയിരിക്കും അടുത്ത നമ്പർ. അപ്പോൾ എ റിക്കർസീവ് ഡെഫിനിഷൻ ഓഫ് ദ nth ഫിബൊനാച്ചി നമ്പർ ഈസ് ദ ഫോളോയിങ്. അപ്പോൾ ഒരു ഈ ഫിബൊനാച്ചി സീക്വൻസിന് നമ്മളൊരു റിക്കർസീവ് ഡെഫിനിഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫിബ് ഓഫ് n = 1 വെൻ n = 1 ഓർ n = 2. അപ്പോൾ n = 1 or 2 ആണെങ്കിൽ ഫിബ് ഓഫ് n എന്ന് പറയുന്നത് 1 ആയിരിക്കും. അല്ലെങ്കിലോ ഫിബ് ഓഫ് n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിബ് ഓഫ് n - 1 പ്ലസ് ഫിബ് ഓഫ് n - 2. അതായത് നമ്മുടെ കറണ്ട് പൊസിഷനിൽ നിന്ന് -1th പൊസിഷനിലുള്ള നമ്പരും പ്ലസ് ഫിബ് ഓഫ് n - 2, അതായത് കറണ്ട് പൊസിഷനിൽ നിന്ന് n -
സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പറും തമ്മിലുള്ള സം ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ഫിബൊനാച്ചി നമ്പർ. ഓക്കെ, അത് നമ്മളൊരു പ്രോഗ്രാം വെച്ച് കാണിച്ചിരിക്കുന്നതാണ്. ഡെഫ് ഫിബ് ഓഫ് എൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ആൻഡ് ഇഫ് എൻ ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 3 ആണെങ്കിൽ റിട്ടേൺ 1. 3 എന്ന് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 1 2 ആണെങ്കിൽ ഓക്കെ, 1 2 ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിലെ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ന് പറയുമ്പോൾ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിലെ നമ്പർ 1 ആയിരിക്കും. അതല്ലെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യാനുള്ളത്? റിട്ടേൺ ഫിബ് ഓഫ് n - 1 പ്ലസ് ഫിബ് ഓഫ് n - 2. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീക്വൻസിന് നമ്മളെങ്ങനെ റിക്കർസീവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫാക്ടോറിയൽ എങ്ങനെ റിക്കർഷൻ വെച്ച് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ ഫാക്ട് ഓഫ് 5. ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5 ഫാക്ടോറിയൽ ആണെങ്കിൽ 5 × 4 × 3 × 2 × 1, അതായത് 5 × 4 × 3 × 2 × 1 നമുക്ക് 5 × 4 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. ആൻഡ് ഓൾസോ ഇനി അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്കും 5 × 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയലിനെ നമുക്ക് എന്ത് എഴുതാം? 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 × 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതുപോലെ ഈ 3 ഫാക്ടോറിയലിന് എന്ത് എഴുതാം? 3 × 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ വരുന്ന ഓരോ കേസസിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും റിക്കേഴ്സീവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് റിക്കേർഷനെ കാണിച്ചു തരാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് റിക്കേർഷൻ. Infinite recursion, when a function continue executing forever, that situation is known as infinite recursion. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് 4 hour എക്സിക്യൂഷൻ നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് റിക്കേർഷൻ എന്ന് പറയുന്നത്. Infinite recursion arises when the programmer fails to specify the base case or to reduce the size of the problem in a way that terminates the recursive process. And it arises when the programmer fails to specify the base case. അതായത് ബേസ് കേസ് സ്പെസിഫൈ ചെയ്യാൻ ഫെയിൽ ആവുന്ന കണ്ടീഷനിലാണ് എന്ത് ഇൻഫിനിറ്റ് റിക്കേർഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ സ്റ്റാക്ക് ഓവർഫ്ലോ എറർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കവിടെ എറർ ആയിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. സ്റ്റാക്ക് ഓവർഫ്ലോ എറർ ഔട്ട്പുട്ട് ചെയ്യും. അതായത് ഇൻഫിനിറ്റ് ആയിട്ട് റിക്കേർഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ ബേസ് കേസ് അവിടെ ഡിഫൈൻ ചെയ്യാൻ ഒന്നുകിൽ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്കവിടെ എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ റൺ 4 hour എന്ന് പറഞ്ഞ ഡെഫ് റൺ 4 hour എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇഫ് n greater than 0 റൺ 4 hour n, else റൺ 4 hour n - 1. അപ്പോൾ ഇങ്ങനെ വരുന്ന റിക്കേർഷൻ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ എററിലായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഹയർ ഓർഡർ ഫങ്ഷൻസ്. എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ഹയർ ഓർഡർ ഫംഗ്ഷൻ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അതർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ ഓർ റിട്ടേൺസ് എ ഫംഗ്ഷൻ ആസ് ആൻ ഔട്ട്പുട്ട്. അപ്പോൾ വേറൊരു ഫംഗ്ഷൻ, അപ്പോൾ നമ്മുടെ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ അതിൽ വേറൊരു ഫംഗ്ഷനായിട്ടായിരിക്കും, ഫംഗ്ഷൻ എന്തായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്ന? പാരാമീറ്റർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺസ് എ ഫംഗ്ഷൻസ് ആസ് ആൻ ഔട്ട്പുട്ടായിട്ട് എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് വിത്ത് അനദർ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ വിച്ച് വിൽ ഓപ്പറേറ്റ് വിത്ത് അനദർ ഫംഗ്ഷൻ ഈസ് കാൾഡ് ഹയർ ഓർഡർ ഫംഗ്ഷൻ. ഇനി ഫംഗ്ഷൻസ് ആസ് ഫസ്റ്റ് ക്ലാസ് ഡാറ്റ ഒബ്ജക്റ്റ്. ഇൻ പൈത്തൺ, functions can be treated as first class data object. This means that they can be assigned to variables. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻസിനെ ഫസ്റ്റ് ക്ലാസ് ഡാറ്റ ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ദേ ക്യാൻ ബി അസൈൻ ടു വേരിയബിൾസിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പാസ്ഡ് ആസ് ആർഗ്യുമെൻറ്റ്സ് ടു അതർ ഫംഗ്ഷൻസ്, നമുക്ക് വേറെ ഫംഗ്ഷൻസിന് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഫംഗ്ഷനെ കൊടുക്കാൻ പറ്റും. അതുപോലെ ഫംഗ്ഷൻസ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺഡ് ആസ് ദ വാല്യൂ ഓഫ് അതർ ഫംഗ്ഷൻ, മറ്റ് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ആയിട്ട് ഈ ഫംഗ്ഷൻസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഡാറ്റ സ്ട്രക്ചർ സച്ച് ആസ് ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറീസ്. ലിസ്റ്റിലും ഡിക്ഷണറീസിലും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ഡാറ്റ ഒബ്ജക്ട്സ് എന്നും ഫംഗ്ഷനെ പറയും. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഫസ്റ്റ് ക്ലാസ് ഡാറ്റ ഒബ്ജക്ട്സ്. പാസിംഗ് എ ഫംഗ്ഷൻ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ടു അനദർ ഫംഗ്ഷൻ ഈസ് നോ ഡിഫറെൻറ്റ് ഫ്രം പാസിംഗ് എനി അതർ ഡാറ്റ. അതായത് ഫംഗ്ഷനെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് വേറൊരു ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ
ഡാറ്റ പാസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആൻഡ് ദ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ഈസ് ഫസ്റ്റ് ഇവാലുവേറ്റഡ് പ്രൊഡ്യൂസിങ് ദ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് ആൻഡ് ദെൻ ദ പാരാമീറ്റർ നെയിം ഈസ് ബൗണ്ട് ടു ദിസ് വാല്യൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യും, പ്രൊഡ്യൂസിങ് ദ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് ആൻഡ് ദെൻ ദ പാരാമീറ്റർ നെയിം, എന്നിട്ട് പാരാമീറ്റർ നെയിമിന് എന്ത് വാല്യൂയിലോട്ട് ബൗണ്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് ദ ഫംഗ്ഷൻ ക്യാൻ ദെൻ ബി അപ്ലൈഡ് to its own argument with the usual syntax. എന്നിട്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യും, അതിൻ്റെ ഇറ്റ്സ് ഓൺ ആർഗ്യുമെൻറ്റ് വി ക്യാൻ ബി അപ്ലൈഡ് ടു ഇറ്റ്സ് ഓൺ ആർഗ്യുമെൻറ്റ് വിത്ത് ദ യൂഷ്വലി ഉള്ള സിൻറ്റാക്സ് വെച്ചിട്ട് അതിൻ്റെ തന്നെ ആർഗ്യുമെൻറ്റ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഡെഫ് എക്സാമ്പിൾ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ഡാറ്റ ആർഗ്യുമെൻറ്റ് റിട്ടേൺ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ഡാറ്റ ആർഗ്യുമെൻറ്റ്. അതായത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അബ്സല്യൂട്ട് വാല്യൂ, അതായത് ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ ABS -4, -4ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തുവാ 4. അതുപോലെ എക്സാമ്പിൾ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് (2). അപ്പോൾ 2ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 1.414 എന്ന് വരും. ഓക്കെ, അതാണ് ഫംഗ്ഷൻ, പാസിങ് എ ഫംഗ്ഷൻ ആണ് അതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് മാപ്പിംഗ്, ഫിൽറ്ററിംഗ്, റെഡ്യൂസിങ്. Mapping means the first type of useful higher order function to consider is called a mapping. This process applies a function to each value in a sequence such as list, tuple or a string and returns a new sequence of the result. Python includes a map function for this purpose. അപ്പോൾ ലിസ്റ്റ്, അതായത് ലിസ്റ്റോ ടപ്പിളോ അല്ലെങ്കിൽ സ്ട്രിങ്ങോ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ഓരോ വാല്യൂവിന് ഈച്ച് വാല്യൂ ഇൻ എ സീക്വൻസ് ഇറ്റ് വിൽ ബി അപ്ലൈഡ് ബൈ എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺസ് എ ന്യൂ സീക്വൻസ് ഓഫ് ദ റിസൾട്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മാപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. മാപ്പിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വി ഹാവ് എ ലിസ്റ്റ് നൈംഡ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻ സ്ട്രിങ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ഇൻറ്റീജേഴ്സ് ആൻഡ് we want to replace each string with the corresponding integer value. Corresponding integer value വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള മാപ്പ് യൂസ് ചെയ്ത് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹയർ ഓർഡർ ഫംഗ്ഷൻ. ഇൻ ദിസ് പ്രോസസ് എ ഫംഗ്ഷൻ കാൾഡ് എ പ്രെഡിക്കേറ്റ് ഈസ് അപ്ലൈഡ് ടു ഈച്ച് വാല്യൂ ഇൻ എ ലിസ്റ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓരോ വാല്യൂവിനും അപ്ലൈ ചെയ്ത് കൊടുക്കും. If the predicate returns true, the value passes the test. അപ്പോൾ predicate true എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്താൽ ആ ടെസ്റ്റ് വാല്യൂ പാസ് ചെയ്യും ആൻഡ് ഈസ് ആഡഡ് ടു എ ഫിൽറ്റർ ഒബ്ജക്റ്റ്. എന്നിട്ട് അത് ഒരു ഫിൽറ്റർ ഒബ്ജക്റ്റിലോട്ട് ആഡ് ചെയ്യും. ഇറ്റ് ഈസ് സിമിലർ ടു എ മാപ്പ് ഒബ്ജക്റ്റ്. അതർവൈസ് ദ വാല്യൂ ഇസ് ഡ്രോപ്ഡ് ഫ്രം കൺസിഡറേഷൻ. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഡെഫ് ഓഡ് n, ഓഡ് നമ്പറിനെ കണ്ടുപിടിക്കാൻ ആൻഡ് റിട്ടേൺ n mod 2 = 1. എന്താണ് റിട്ടേൺ ചെയ്യാനുള്ളത്? n mod 2, അതായത് നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ = 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഓഫ് ഫിൽറ്റർ ഓഫ് ഓഡ് റേഞ്ച് 10, ആ ലിസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9 എന്നും പറഞ്ഞ് കിട്ടും. ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റെഡ്യൂസിങ്. ഹിയർ വി ടേക്ക് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആൻഡ് റിപ്പീറ്റഡ്ലി അപ്ലൈ എ ഫംഗ്ഷൻ ടു അക്യുമുലേറ്റ് എ സിംഗിൾ ഡാറ്റ വാല്യൂ. And the summation is a good example of this process. The first value is added to the second value, then the sum is added to the third value, and so on until the sum of all the values is produced. Okay, ഇവിടെ എന്ന് പറഞ്ഞാൽ we will take a list of values and repeatedly apply a function to accumulate a single data value. ഒരു സിംഗിൾ ഡാറ്റ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ഓഫ് വാല്യൂ എടുത്തിട്ട് അതിനെ റിപ്പീറ്റഡ്ലി വി വിൽ അപ്ലൈ ദ ഫംഗ്ഷൻ. എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സമ്മേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ 1, 2, 3, 4 എന്നിട്ട് റെഡ്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് വി വിൽ ആഡ് ഡാറ്റ. അതായത് ഈ 1, 2, 3, 4 നമ്മൾ ആഡ് ചെയ്ത് സമ്മേഷൻ ചെയ്ത് എഴുതും. അത് 1 + 2 + 3 + 4 ദാറ്റ് ഈസ് 10. അതുപോലെ തന്നെ വീണ്ടും റെഡ്യൂസ് എന്ന് പറയുന്ന കീവേഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് 24. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡ്യൂസിങ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഡാറ്റ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി വി വിൽ അപ്ലൈ എ ഫംഗ്ഷൻ.
to the list of value. Next is Boolean functions. A Boolean function usually tests its arguments for the presence or absence of some property. The function returns true if the property is present or false otherwise. അപ്പോൾ ട്രൂ ആണെങ്കിൽ ആ ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ, ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഡെഫ് ഓഡ് എക്സ് റിട്ടേൺസ് ട്രൂ ഇഫ് എക്സ് ഈസ് ഓഡ് ഓർ ഫാൾസ് അതർവൈസ്. ഇപ്പം എക്സ് ഓഡ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഫാൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇഫ് എക്സ് മോഡ് 2 = 1 റിട്ടേൺ ട്രൂ, എൽസ് റിട്ടേൺ ഫാൾസ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇനി ഓഡ് ഓഫ് 5 എന്ന് പറയുന്നത് ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തു. നെക്സ്റ്റ് ഈസ് യൂസിങ് ലാംഡ ടു ക്രിയേറ്റ് അനോണിമസ് ഫങ്ഷൻസ്. അപ്പോൾ അനോണിമസ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാംഡ യൂസ് ചെയ്യും. പൈത്തൺ ഇൻക്ലൂഡ്സ് എ മെക്കാനിസം കാൾഡ് ലാംഡ വിച്ച് വിൽ അലോ ദ പ്രോഗ്രാമർ ടു ക്രിയേറ്റ് ഫങ്ഷൻസ് ഇൻ ദിസ് മാനർ. ലാംഡ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അനോണിമസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഡ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് നോ name of its own but it contains the names of its arguments as well as a single expression. അതിൻ്റെ കൂടെ ഒരു സിംഗിൾ എക്സ്പ്രഷനും കാണും. and the lambda is applied to its arguments, its expression is evaluated and its value is returned. അപ്പോൾ ലാംഡ എൻ്റെ ആർഗ്യുമെൻറ്റ്സിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും ആൻഡ് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ലാംഡ ആർഗ്യുമെൻറ്റ് 1 ആർഗ്നേം 1 ആർഗ്നേം n അപ് ടു ആർഗ്നേം n then expression മൾ ഈക്വൽ ടു ലാംഡ a, b, അതായത് ആർഗ്യുമെൻറ്റ്സ്, എന്നിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ a star b. പ്രിൻറ്റ് മൾ 12 × 12 144 റിട്ടേൺ ചെയ്യും. യൂസ് ഓഫ് റേഞ്ച് റെഡ്യൂസ് ആൻഡ് ലാംഡ ടു സിംപ്ലിഫൈ ദ ഡെഫിനിഷൻ ഓഫ് ദി സമ്മേഷൻ ഫംഗ്ഷൻ. ഇവിടെ സമ്മേഷൻ ഫംഗ്ഷന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന റേഞ്ചും റെഡ്യൂസും ലാംഡയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. എക്സാമ്പിളാണ്.